ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റോപ്പ് ഹീറോ ആയിട്ടാണ്. സോ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ റോപ്പ് ഹീറോ കളിക്കുന്നത്. സോ റോപ്പ് ഹീറോ അന്നൊക്കെ നമ്മൾ കളിച്ചു പറഞ്ഞത് റോപ്പ് ഹീറോ 2 ആയിരുന്നു. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോപ്പ് ഹീറോ 1 ആണ് ഗൈസ്. ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റോപ്പ് ഹീറോ 1 ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തോ സ്പിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഷോട്ട് ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. നിൽക്കടോ, ഷോട്ട് ഗണ്ണെങ്കിൽ ഷോട്ട് ഗണ്ണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഷോട്ട് ഗണ്ണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനെയും വെടിവെച്ച് തോൽപ്പിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്ത ചാലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു പോലീസ് വണ്ടിയുടെ മേത്ത് കയറിയിട്ട് അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ഈ ഗെയിമിന് അപ്ഡേറ്റൊക്കെ വന്നു കേട്ടോ. ഇങ്ങനത്തെ സ്ഥലമൊന്നും ഉണ്ടായില്ല ഇവിടെ. അതായത് ഒരു പോലീസ് വണ്ടി പോണു. വല വെച്ച് പോടാ കുട്ട, വല വെച്ച് പോടാ. മതി എത്രയും ദൂരത്തോട്ട് പോവാൻ ഞാൻ പറഞ്ഞോ അതിനോട്. നിക്ക് എങ്ങോട്ടാടാ പോകുന്നത്? ഇവന്മാർ മറ്റേ ചോപ്പലൈറ്റ് കണ്ടതിന് അവിടെ നിർത്തും. സോ നമുക്ക് ആ ഒരു ഗ്യാപ്പ് നോക്കി ഇതൊന്നും കയറാൻ പറ്റും. എല്ലാവരുടെ വണ്ടിയുടെ മുന്നിൽ കയറി നിന്നാൽ മതി. ഓക്കെ, നമ്മുടെ സ്പീഡ് കാരണം കണ്ടോ നമ്മൾ മുന്നേ കയറി നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് മര കാറിൻ്റെ മേലിൽ കയറി ഈ നേരത്ത് മണ്ടത്തരം കാണിക്കല്ലേ. ഓക്കെ എടാ ഇവനെ കൊണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് സ്യൂട്ടബിളായിട്ട് ഒരു സ്ഥലത്ത് കയറിക്കാം. സ്യൂട്ടബിളായിട്ടുള്ള ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി അവിടെ നീങ്ങുന്നുണ്ട്. ബസ്സിൻ്റെ കൂടി വഴി ഊട്ടി, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഗൈസ്. ഓക്കെ, സോ സിറ്റിയിലേക്ക് ഇപ്പോൾ എന്നെ വന്ന് കയറിയുള്ളൂ. ഞാൻ മറ്റേ നെയിമും അതൊക്കെ കൊടുത്തിട്ട് അപ്പോഴേക്കും കാട്ടുണ്ണി. ഓക്കെ, പുള്ളി എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെറുതെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഫണ്ണി കണ്ടന്റ് എൻ്റെ മനസ്സിലുദിച്ചു. അത് കാരണമാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. സോ വണ്ടിയുടെ മേലിൽ നിന്ന് എപ്പോഴാണ് മറ്റേ ചാടിപ്പോന്ന് പറയാൻ പറ്റില്ല. അത് കാരണം പറഞ്ഞ് നാക്കുള്ളിലേക്ക് നിൽക്കടാ പോലീസ്. ഇവനെ കൊണ്ട് നിക്ക് സാറേ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലത്ത് തന്നെ കയറി നിന്നിട്ടുണ്ട്. സൈഡിലോട്ട് ജസ്റ്റ് ഓക്കെ സെറ്റ്. നമുക്ക് ഇവനെങ്ങോട്ടാണ് പോണേന്ന് നോക്കാം. കയറ്റം കയറരുത്. ഭാഗ്യം, വേറൊരു സ്ഥലത്തോട്ട് തിരിച്ചു ആള് വണ്ടി. ഓക്കെ, എങ്ങോട്ടാണ് പോണേ? ചോപ്പലൈറ്റ് കത്തണം. നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. വെറുതെക്കല്ലേ, ഓരോ മണ്ടത്തരം കാണിക്കാതെ ഇവൻ അടങ്ങില്ല. ഓക്കെ, ഇവന്മാർ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുമോ നോക്കാം. പോലീസ് സ്റ്റേഷനിലാണല്ലോ പോകുന്നത്. പോലീസ് സ്റ്റേഷനിലോട്ടാണെങ്കിൽ ഈ ഗെയിമിന് നല്ല ലോജിക്കുണ്ട്. ഫിസിക്സ് ഉള്ള ഗെയിമാണ്. വേറെ വല്ല ഹെൽത്താണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, പറയാൻ പറ്റില്ല. പിന്നല്ല ഇവിടെ ഡാൻസ് കളിക്കും. ഈ റെഡ് ലൈറ്റ് വേണ്ട, തോക്കെടുക്കണ്ട. അവന്മാർ സീനാക്കും. പിന്നെ അവന്മാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ കൊല്ലും. അത് വേണ്ട, സഹിക്കാം ഗൈസ്. അയ്യോ, നമ്മളെ അറ്റത്തോട്ടായി തുടങ്ങി. ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇത് നമ്മൾ വന്ന വഴി തന്നെയല്ലേ? ഇവനിങ്ങനെ ചുറ്റിക്കറങ്ങിയിരിക്കും ഗൈസ്, അതാണ്. സോ നമുക്ക് ഒരു വട്ടം കൂടി, അതായത് ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കാം. ഇവൻ ചുറ്റിക്കറങ്ങാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ സമയം. സോക്ക് ഇവൻ ചുറ്റിക്കറങ്ങി വരുന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പായി. അത് കാരണം നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് കേസ്. അതുകൊണ്ട് നമ്മൾ ഇവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കയറി
ചവിട്ട് കിട്ടിയാൽ മാത്രം തുടക്കണ പെട്ടിയല്ലേ ഇത്, ആ 2 രൂപ പെട്ടി. എത്ര നാളെന്നറിയോ ഇതൊക്കെ കണ്ടിട്ട്. ഓ ഭായി 6 രൂപ കിട്ടി. ഓക്കെ, ഹെവി വെപ്പൺ ബോക്സ്. കുറെ തള്ളി മറിക്കുന്നുണ്ട് ഗൈസ്. നമുക്കറിയാം ഇവന്മാരെന്താണ് അതിൻ്റെ അകത്ത് ഒളിപ്പിക്കണത്. സോ നമുക്ക് ആരും അറിയാണ്ട് മിലിറ്ററി ബേസിൽ കയറിയാലോ ഗൈസ്. ഞാൻ പണ്ട് ചെയ്യാറുള്ളതാണ് ഈ പരിപാടി. ഓക്കെ, പുതിയ അപ്ഡേറ്റിൽ ചെക്കിൻ്റെ സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. മിന്നൽ മുരളീകരത്തിലാണ് ഗൈസ് കൂടുന്നത്. ചാടിക്കയറോ. ഓ ഇവൻ്റെ മറ്റേ കയറ്റത്തിൽ വലിയ മാറ്റമൊന്നുമില്ല, ചാടിക്കയറുന്നതിൽ. അവന്മാർ കണ്ടു കഴിഞ്ഞാൽ സീനാവും പതുക്കെ. ആ കണ്ടു 2 സ്റ്റാർ ഗൈസ്. ഓടിക്കോ നേരല്ല. പക്ഷെ നമ്മൾ ഓടുന്ന സൗണ്ട് കേട്ടുന്നു തോന്നുന്നു അവന്മാർ. നേരല്ല, സമയമില്ല, പൊക്കോ. ഏയ് ആ സൈഡിലോട്ട് പോ മോനെ. വഴി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവോ ആരെങ്കിലും? അതേ 2 രൂപ പെട്ടി നമുക്ക് പിന്നെ ജിമിയാവോ. ബാക്കി ഇവിടെ ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ശാന്തമായി ഇരിക്കാം. ഓക്കെ ആരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്നാൽ മതി, വലിയ സീനൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്ക് ഈ ഭിത്തിയും ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങോട്ടിങ്ങനെ പോയി പക്ഷെ അങ്ങോട്ട് പോകണ്ട, അവിടെ ആൾക്കാരുണ്ട്. അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. ചാടി ഇറങ്ങരുത് കിട്ടൂ, അങ്ങനെ പോകൂ. ഇതെന്തൊരു താകൃതാളാ. അയ്യോ ബാക്ക് ഫ്ലിപ്പ് അടിക്കാനല്ല ഞാൻ പറഞ്ഞത്, മണ്ട. ഒന്നും മാറിക്കില്ല. എനിക്ക് തോക്കെടുക്കട്ടെ. സ്റ്റാർ ഇത്ര മതി. ഇനി പോകുമ്പോൾ ഇനി ഇവിടെ നിൽക്കണ്ട കേസ്. നിന്ന് കഴിഞ്ഞാൽ പണി പാളും. ഓടിക്കോ. ആ 2 രൂപ പെട്ടി പോയി ചവിട്ടിയിട്ട് അതിൻ്റെ അകത്ത് പൈസ എടുക്കാം. ചവിട്ട. ഓക്കെ, ചവിട്ട് കൊണ്ട് തുറന്നു. ഓക്കെ, 15 രൂപ, വലിയ ഉപകാരം. ഓക്കെ, കുളിച്ചോ, ചാടിക്കോ. അയ്യോ. ഓക്കെ, നമുക്ക് അകത്തിക്കൂടെ നീന്താൻ പറ്റുമോ? ഓക്കെ, ഹെൽത്ത് തീരില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടി പോയി പെട്ട് ഇറക്കാൻ വയ്യ. ചാടിക്കേറി. ഓ എൻ്റെ ദൈവമേ. ചാടിക്കോ. പല വിട്ട് കയറി ഇരിക്കടാ കുട്ടു. എൻ്റെ പിന്നെ ദൈവമേ, ഇതുപോലൊരു ഉള്ളതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സോ ഇതിനേക്കാളും ഭേദം റോപ്പ് ഹീറോ 2 ആയിരുന്നു. അതിൽ എൻ്റെ ഉളത്തരത്തിൽ ഇച്ചിരി ഒരു കുറവുണ്ട്. ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒക്കെ നടന്നു പോകുന്നുണ്ട്. ഒക്കെ അയ്യോ കയ്യിൽ തോക്ക്. ഓക്കെ, അതിശയന പോകെ അമ്മ ഞാൻ പോണിട്ടാ. വേണ്ട. ഓക്കെ, നമുക്ക് നമ്മുടെ കൂട്ടുകാരനോട് എടാ എത്ര നാളായിട കണ്ടിട്ട്, ലാമറേ എത്ര നാളായിട നിന്നെ കണ്ടിട്ട്, എന്താ നിനക്കൊരു മൈൻഡില്ലാത്തത്? ലാമറേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നാളെ ഈ വേറെ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് കൂട്ടായിരുന്നു. അത് കാരണം നിന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. സോ അത് കാരണമാണ് എന്നോട് ദേഷ്യം തോന്നിയിരുന്നു. നീ വീഡിയോ കളിച്ചറിയാം.
ഓക്കെ, നമുക്കിന്ന് മിഷനൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാരെ തല്ലിക്കൊല്ലുകയെന്ന് തോന്നുന്നു. Hold it right there. അയ്യോ, അവൻ ഒറ്റ തീർന്നു. ഓക്കെ, ചാടിപ്പോയി ഒരൊറ്റ അമ്മ കൊണ്ടുപോയി. Okay.